നമസ്കാരം. നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഏത് പദ്ധതിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ എന്നല്ലേ. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF-ലാണോ, സുകന്യ സമൃദ്ധി യോജനയിലാണോ, സീനിയർ സിറ്റിസൺസ് സേവിംഗ് സ്കീമിലാണോ, പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിലാണോ എന്നൊക്കെ. 2026 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലേക്കുള്ള ചെറു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്കുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഓരോ പദ്ധതിയുടെയും ഏറ്റവും പുതിയ പലിശ നിരക്കുകളും, ആരൊക്കെ ഏത് പദ്ധതിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, പലിശ നിരക്ക് എങ്ങനെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നീ കാര്യങ്ങളും വിശദമായി നോക്കാം. ആദ്യം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന പദ്ധതിയായ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF-നെ കുറിച്ച് നോക്കാം. ദീർഘകാല നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്കും നികുതി ആനുകൂല്യം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നാണ് ഇത്. ഇപ്പോൾ PPF-ന് ലഭിക്കുന്ന വാർഷിക പലിശ 7.1%. അടുത്തത് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികളുടെ ഭാവിക്കും വിദ്യാഭ്യാസത്തിനും വിവാഹ ചെലവിനുമൊക്കെയായി മാതാപിതാക്കൾക്ക് ആരംഭിക്കാവുന്ന പദ്ധതിയാണിത്. ഇപ്പോൾ ഈ പദ്ധതിക്ക് 8.2% പലിശ ലഭിക്കുന്നു. ചെറു സമ്പാദ്യ പദ്ധതികളിൽ ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് ഈ പദ്ധതി. അടുത്തത് സീനിയർ സിറ്റിസൺസ് സേവിംഗ് സ്കീം അഥവാ SCSS. 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ പദ്ധതി. ഈ പദ്ധതിക്കും 8.2% വാർഷിക പലിശയാണ് നിലവിലുള്ളത്. റിട്ടയർമെന്റ് ജീവിതത്തിൽ സ്ഥിരമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് ഇത്. ഇനി നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് അഥവാ NSC. ഈ പദ്ധതിക്ക് ഇപ്പോൾ 7.7% പലിശയാണ് ലഭിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ ഇന്നും ഈ പദ്ധതി തിരഞ്ഞെടുക്കുന്നുണ്ട്. അടുത്തത് കിസാൻ വികാസ് പത്ര അഥവാ KVP. ഈ പദ്ധതിക്ക് 7.5% പലിശയാണ് ലഭിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നിലവിലെ പലിശ നിരക്കനുസരിച്ച് നിക്ഷേപിക്കുന്ന തുക 115 മാസങ്ങൾക്കുള്ളിൽ ഇരട്ടിയാകും എന്നതാണ്. ഇനി മാസ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ച് പറയാം. ഈ പദ്ധതിക്ക് ഇപ്പോൾ 7.4% പലിശയാണ് ലഭിക്കുന്നത്. ഇനി പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശയെ കുറിച്ച് പറയുമ്പോൾ 1 വർഷത്തെ നിക്ഷേപത്തിന് 6.9% പലിശ, 2 വർഷത്തേക്ക് 7%, 3 വർഷത്തേക്ക് 7.1%, 5 വർഷത്തെ നിക്ഷേപത്തിന് 7.5% പലിശ ലഭിക്കുന്നു. സ്ഥിരമായി ചെറിയ തുക മാറ്റിവെച്ച് സമ്പാദിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന 5 വർഷത്തെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RDക്ക് 6.7% പലിശയാണ് ലഭിക്കുക. സാധാരണ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ടിന് 4% പലിശ തുടരും. ഇനി പലർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. ഈ പലിശ നിരക്കുകൾ തീരുമാനിക്കുന്നത് ആരാണ്? ഈ പദ്ധതികളുടെ മുഴുവൻ നിയന്ത്രണവും കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് 3 മാസം കൂടുമ്പോൾ ഈ പലിശ നിരക്കുകൾ അവലോകനം ചെയ്യുന്നത്. സർക്കാർ ഇഷ്ടമുള്ള രീതിയിൽ ഒരു നിരക്ക് പ്രഖ്യാപിക്കുന്നതല്ല. രാജ്യത്തെ സർക്കാർ ബോണ്ടുകളുടെ വരുമാനം, പണപ്പെരുപ്പത്തിന്റെ തോത്, ബാങ്കുകളിലെ പലിശ നിരക്കുകൾ, രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യം എന്നിവയെല്ലാം വിശദമായി വിലയിരുത്തിയ ശേഷമാണ് അന്തിമ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്കുകൾ വർഷത്തിൽ 4 തവണ, അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും പരിശോധിക്കാറുണ്ട്. ഇനി ഈ തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്താണെന്ന് നോക്കാം. 2026 ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ പ്രാബല്യത്തിലുള്ള 2ാം പാദത്തിൽ ഈ പദ്ധതികളുടെ പലിശ നിരക്കുകളിൽ കേന്ദ്ര സർക്കാർ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതായത് കഴിഞ്ഞ പാദത്തിൽ നിലവിലുണ്ടായിരുന്ന പലിശ നിരക്കുകൾ തന്നെയാണ് ഈ പാദത്തിലും തുടരുക. PPF-ൽ നിക്ഷേപിക്കുന്നവർക്കും സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഉള്ളവർക്കും സീനിയർ സിറ്റിസൺസ് സേവിംഗ് സ്കീം NSC, KVP, പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് RD, മന്ത്ലി ഇൻകം സ്കീം എന്നിവയിൽ നിക്ഷേപമുള്ളവർക്കും നിലവിലെ പലിശ നിരക്കുകൾ തന്നെയാണ് ലഭിക്കുക. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത ത്രൈമാസത്തിൽ ഈ പലിശ നിരക്കുകൾ സർക്കാർ വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇങ്ങനെ തന്നെ തുടരുമെന്നാണോ? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.